മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് ദിയ കൃഷ്ണ. എപ്പോഴും ദിയയുടെ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ ഇടയിലേക്ക് എത്തുന്നത് മീനമ്മയുടെ ഒരു വീഡിയോ ആണ്. പഴയ വീഡിയോ ആണെങ്കിലും ഇപ്പോൾ പല രീതിയിൽ ആരാധകർ ഇതിനെ വളച്ചൊടിച്ച് ഇപ്പോൾ വീണ്ടും ഇതിനെ വൈറലാക്കുകയാണ്. കുറേയധികം നാളുകൾക്ക് മുൻപ് എടുത്ത വീഡിയോ ആണ്. മീനമ്മാസ് കിച്ചൺ എന്ന മീനമ്മയുടെ സ്വന്തം ബിസിനസ് സാമ്രാജ്യത്തിന് ഒരിക്കൽ ഒരു ഉത്സവപ്പറമ്പിൽ ആദ്യമായി തന്നെ കടയിട്ടപ്പോഴേക്കും അവിടേക്ക് ദിയ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ആണിത്. മീനമ്മയെ എന്തോ പുച്ഛം പോലെയാണ് ദിയ പെരുമാറി കാണിക്കുന്നത് എന്നൊക്കെയാണ് പലരും ഇതിൽ വിമർശിക്കുന്നത്. മീനമ്മയുടെ കടയിലൊന്ന് ഇത്തിരി നേരം ഇരിക്കാമായിരുന്നു, മീനമ്മയോടൊപ്പം കുറച്ചുകൂടി നേരം സംസാരിക്കാമായിരുന്നു, സാധനം വാങ്ങാൻ വന്ന ആളെ പോലെയാണ് ദിയ പെരുമാറുന്നത്. ഇത്തരത്തിലാണ് കമൻറ്റുകളെല്ലാം തന്നെ നിറയുന്നത്. ദിയ എന്തിനാണ് ഇങ്ങനെയൊക്കെ അമ്മയോട് സംസാരിക്കുന്നത്? ഓ, അമ്മയല്ലല്ലോ, അശ്വിൻ്റെ അമ്മയാണല്ലോ. അങ്ങനെയുള്ള ഓരോ സംസാരം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൽ രേഖപ്പെടുത്തുന്നത്. അതിലൂടെ തന്നെ പ്രേക്ഷകർക്കും അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്നുകൂടി പറയുകയും ചെയ്യുന്നു. ആരാധകർക്ക് അത് വളരെയധികം സ്നേഹം തുളുമ്പുന്ന വാർത്തയായി തോന്നുന്നില്ല. മറിച്ച് എല്ലാവരും ഇത് ദിയയെ വിമർശിക്കാനാണ് ഉപയോഗിക്കുന്നത്. ദിയയെ ഇങ്ങനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. വിമർശിക്കാൻ മാത്രം അതിലൊന്നും ഇല്ല. എന്തിനാണ് ആ കുട്ടിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? വളരെ സന്തോഷത്തോടെ കുഞ്ഞുമായി വളരെ സ്നേഹത്തോടെ എല്ലാവരുമായി കഴിഞ്ഞു പോകുന്ന ഒരു കുട്ടിയല്ലേ. എന്തിനാണ് വെറുതെ ടോർച്ചർ ചെയ്യുന്നത്? ഇത്തരത്തിൽ നിരവധി പേർ പിന്തുണയുമായി ദിയോടൊപ്പം തന്നെയുണ്ട്. എന്നിരുന്നാലും മറ്റുള്ളവർ പഴയ വീഡിയോ എടുത്ത് ഇപ്പോൾ വീണ്ടും വൈറലാക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയയുടെ ഈ വീഡിയോ വീണ്ടും ചർച്ചയായി മാറുന്നുണ്ട്. ഞാൻ അശ്വിൻ്റെ അമ്മയെ ഒരിക്കലും എൻ്റെ അമ്മയെ പോലെ കാണുകയുമില്ല, അമ്മ എന്ന് വിളിക്കുകയുമില്ല എന്ന് ദിയ പറഞ്ഞത് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയവും വിമർശനവും ഒക്കെയായി മാറിയിരുന്നു. ഇപ്പോൾ അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഓരോ പഴയ വീഡിയോ ഉൾപ്പെടെ മീനമ്മയും ദിയയുമായി സംസാരിക്കുന്ന വീഡിയോസ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ആരാധകർ അത് വളരെയധികം സ്നേഹത്തോടെയാണ് കാണുകയും ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞേ മതിയാകും. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്നുകൂടി പറയാം. ആരാധകർ വളരെയധികം തന്നെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പാൻ പറ്റുന്നുണ്ടെന്നും അതുപോലെ തന്നെ ദിയോട് കാണിക്കേണ്ട സ്നേഹം എല്ലാവരും കാണിക്കുന്നുണ്ട്. പലരും വിമർശിക്കേണ്ട സമയം ഉപയോഗിക്കുന്നു. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. പ്രേക്ഷകരെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്ത ഇത് മാറുന്നതിനോടൊപ്പം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹവും ഈ ഒരു വാർത്തയിലൂടെ കിട്ടുന്നുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദിയയോടുള്ള എല്ലാ മതിപ്പും ഓരോ രീതിയിലാണ് പ്രേക്ഷകർ പ്രകടിപ്പിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ദിയയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു വിവാദം നടന്നപ്പോൾ എല്ലാവരും ദിയയ്ക്കൊപ്പം നിന്നു. എന്നാൽ അതിനുശേഷം അമ്മായിയമ്മയെ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നും അങ്ങനെ വിളിക്കണവർ സ്വന്തമായി അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞത് വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.